ഹലോ ആന്റി. ആന്റി ഇപ്പൊ എവിടെ? ഞാനിപ്പോ ഇവിടെ വലിയൊരു വീട്ടിലാ. എവിടെ? ട്രിവാൻഡ്രം സിറ്റി തന്നെയാ. വലിയ കമ്പനിയൊക്കെ ഉള്ള ഒരു കാശുകാരുടെ വീടാ. എങ്ങനെ ആന്റി അവിടെ കയറി പറ്റി? സുശീല ഒരു കാര്യം തീരുമാനിച്ചാ അതിനുള്ള വഴി ഞാൻ കണ്ടുപിടിക്കുമല്ലോ. അവിടെ ഉള്ളവര്? ഇവിടെ ഉള്ളതിൽ 1-ാം നമ്പര് പത്മേന്ന് പറയുന്ന ഒരുത്തിയാ. നാട്ടുകാരവരെ വിളിക്കുന്നത് പത്മ മേഡം എന്നാ. ഓ, അവൾ ആള് ചില്ലറക്കാരിയൊന്നും അല്ല. ആ പിന്നെ മക്കളോ മരുമക്കളോ എല്ലാം കൂടി കുറെ എണ്ണമുണ്ട്. ഇപ്പൊ എന്താ അവസ്ഥ? ആന്റി എന്ത് പറഞ്ഞ അവിടെ നിൽക്കുന്നേ? ഞാൻ എന്റെ വീടാണെന്ന് പറഞ്ഞ് ഇടിച്ചങ്ങ് കേറി. അവള് കണ്ണു തള്ളി നിൽക്കുക. പിന്നെ അത്യാവശ്യം കൈപ്രയോഗവും കത്തിപ്രയോഗവും വേണ്ടി വന്നു. ആന്റി കുഴപ്പാവോ? ഏയ് എന്തോന്നു കുഴപ്പം? ഒരു കുഴപ്പമില്ല. ദേ അവൾ എന്തായാലും പോലീസിനൊന്നും വിളിക്കാൻ പോകുന്നില്ല. അതിനുള്ള പൂട്ട് ഞാൻ പൂട്ടിയിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. ഈ കളി ആന്റി ജയിച്ചേ പറ്റൂ. അഡ്വക്കേറ്റ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. കാലാകാലങ്ങളായി മക്കളെ നിങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവർ പ്രതികരിച്ചു, സ്വാഭാവികം. ഇനിയിപ്പൊ ശല്യക്കാരിയായ അമ്മയെ പുറത്തിറക്കി വിട്ടാൽ പോലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. സാർ അങ്ങനെ പറയരുത്. ആന്റിക്ക് അവിടെ തന്നെ നിൽക്കണം. അതിനുള്ള വഴിയാ സാറ് പറഞ്ഞു തരേണ്ടത്. വഴി അല്പം കടുപ്പായാലും സാറ് പറഞ്ഞു ഞാൻ ചെയ്തോളാം. അല്പം എളുപ്പമുള്ള മാർഗം നിങ്ങളുടെ മാനസിക നില താറാറിലാണെന്ന് വരുത്തി തീർക്കുന്നുള്ളതാണ്. സ്വന്തം മക്കളുടെ മുന്നിൽ ഭ്രാന്തിയായിട്ട് അഭിനയിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടണം. അല്ല അതിപ്പോ എങ്ങനെ? സമൂഹത്തിലെ ഉന്നതന്മാരായ ആരുടെയെങ്കിലും വീട്ടിലേക്ക് ഇടിച്ചു കയറുക, ഒരു മാനസിക നില തെറ്റിയ രോഗിയെ പോലെ അവിടെ പെരുമാറുക. ഒരുപക്ഷെ നിങ്ങൾ കയറി ചെല്ലുന്ന വീട്ടുകാർ നിങ്ങളെ പിടിച്ച് പുറത്താക്കുമായിരിക്കും. നിങ്ങൾ വഴങ്ങരുത്. ഒടുവിൽ മക്കളെ അവര് വിളിച്ചു വരുത്തും. മക്കൾ നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ പൂർണ്ണമായും സ്വബോധം നഷ്ടപ്പെട്ട ഒരാളെ പോലെ നിങ്ങൾ അങ്ങ് പെരുമാറിയേക്കണം. അപ്പൊ പിന്നെ നിങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാതെ മാർഗമില്ലാതെ വരും. നിങ്ങൾക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ പരിഗണന നിങ്ങൾക്ക് കിട്ടും. ഒരു ഭ്രാന്തിയുടെ പരിവേഷവും നിങ്ങളുടെ ഈ വളഞ്ഞ ബുദ്ധിയും കൂടി ഉണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അവന്മാരെ നിങ്ങൾക്ക് നിയന്ത്രിക്കാം. റിസ്ക് ഉണ്ട്, പക്ഷെ ഏറ്റാൽ സംഗതി ഓക്കെ. മനോനില കൈവിട്ട ഒരമ്മയെ മക്കൾ കൈവിട്ടാലും നാട്ടുകാർ സമ്മതിക്കില്ല. സോ നിങ്ങൾ സേഫ് ആയിരിക്കും. പിന്നത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ ചെയ്തോളാം വക്കീലെ. ഈ കാലത്തിനിടയ്ക്ക് സുശീല കെട്ടാത്ത വേഷങ്ങളുണ്ടോ? എന്നെ എതിർത്ത് ഒരാൾ പോലും സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് എന്റെ കുടുംബത്തെ തിരിച്ചെന്റെ കാൽ കീഴിൽ തന്നെ കിട്ടണം. എങ്കിൽ സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരു വീട് തന്നെ തെരഞ്ഞെടുത്തു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. വിളിക്കാനൊന്നും ഉണ്ടാവില്ല സാറേ. സാറ് പറഞ്ഞതിനേക്കാളും ഭംഗിയായി ആന്റി ഈ കളി കളിച്ചോളൂ. കൈവിട്ടു പോയതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കണം. സുശീലയെ എതിർക്കാൻ ധൈര്യം ഒരാൾക്കും ഉണ്ടാവരുത്, ഒരു കാലത്തും.